പുറക്കാമല സംരക്ഷണ സമിതി പ്രവർത്തകർ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറക്കാമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മേപ്പയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പതിനഞ്ചുകാരനായ വിദ്യാർത്ഥിയെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്യുകയും പോലീസ് വാഹനത്തിലിട്ട് മർദ്ദിക്കുകയും ചെയ്തതായും നിരപരാധികളുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും അർദ്ധരാത്രിയിൽ പോലും സമരസമിതി പ്രവർത്തകരുടെ വീടുകൾ പോലീസ് റെയ്ഡ് ചെയ്തതായും സമരക്കാർ ആരോപിച്ചു. ചെറുവണ്ണൂർ റോഡിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷനു സമീപം പേരാമ്പ്ര ഡിവൈഎസ്പി വി ലതീഷ്, പോലീസ് ഇൻസ്പെക്ടർമാരായ കെ ഷിജു, പി ജംഷീദ്, മേപ്പയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ വിനീത് വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. മാർച്ച് പുറക്കാമല സംരക്ഷണ സമിതി അംഗം കെ ലോക്യ ഉദ്ഘാടനം ചെയ്തു. വികസന വിരുദ്ധമായ സ്വീകരിക്കേണ്ടതില്ല. കീഴ്പയ്യൂർ അയ്യങ്ങാട്ടുകുയിൽ കോറി കാലങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കീഴ്പയ്യൂരും സമീപ പ്രദേശത്തുമുള്ള കോറികളൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഞങ്ങളാരും അവിടെ സമരവുമായി പോയവരാണ്. എന്നാൽ പുറക്കാമല എന്ന് പറയുന്ന 80% കുത്തനെ നിൽക്കുന്ന 70% മണ്ണുള്ള ആ 30% കോറി പാറ ആ മല നശിപ്പിക്കാനുള്ള നീക്കം വന്ന രംഗത്ത് വന്നത്. ആ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഞങ്ങളോട് നല്ല നിലയിൽ പെരുമാറണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഈ മേപ്പയൂരിലെ പോലീസ് വിചാരിച്ചാൽ ഞങ്ങളുടെ സമരത്തെ ഇല്ലാതാക്കാനാവില്ല, ഞങ്ങളുടെ മനോവീര്യത്തെ തകർക്കാനാവില്ല. ഞങ്ങൾ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് എനിക്ക് മേപ്പയൂരിലെ പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നീതിപൂർവമായി പെരുമാറണം, നീതിപൂർവമായി നടപടികൾ എടുക്കണം, എല്ലാവരുടെയും പരാതി കേൾക്കണം, എല്ലാ കേസുകളും അന്വേഷിക്കണം. ആർക്കൊക്കെ ഞങ്ങൾ ചെയ്ത കുറ്റത്തെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല, ഞങ്ങൾ സമരം ചെയ്യുന്നവരാണ്. ആ ബഹുജന പ്രക്ഷോഭത്തെ ബഹുജന സമരമായി നാട്ടുകാരുടെ വികാരമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. കേസെടുക്കേണ്ടടുത്ത് കേസെടുക്കണം, അറസ്റ്റ് ചെയ്യേണ്ടടുത്ത് അറസ്റ്റ് ചെയ്യണം, ചേർക്കേണ്ട വകുപ്പുകൾ ചേർക്കണം. ഈ പീഡിപ്പിച്ച് ഈ സമരത്തിൽ നിന്ന് പിന്നാക്കം നിർത്താമെന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചു. PM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കീഴ്പോട്ട് P മൊയ്തി അധ്യക്ഷത വഹിച്ചു. TKM ലത്തീഫ്, സറീന ഒളോറ, MK ബാലകൃഷ്ണൻ, മധു പുഴയരികത്ത്, നാരായണൻ മേലാട്ട്, ഇസ്മയിൽ കമ്മന, MK മുരളീധരൻ, മുബഷീർ ചെറുവണ്ണൂർ എന്നിവർ സംസാരിച്ചു. ഇല്ലത്ത് അബ്ദുൾ റഹ്മാൻ, എടയിലാട്ട് ഉണ്ണികൃഷ്ണൻ, VP മോഹനൻ, V അസൈനാർ, അഷീദ നടുക്കാട്ടിൽ, K മനു, നൌഷാദ് വാളിയിൽ എന്നിവർ നേതൃത്വം നൽകി. സുബിത അനിൽ, പ്രൊവിഷൻ ന്യൂസ്, പേരാമ്പ്ര. നിങ്ങൾ എല്ലാ മാസവും BP ചെക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്തിട്ടുണ്ടോ? എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ഗ്ലോക്കോമ എന്ന രോഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കണ്ണിനുള്ളിലെ പ്രഷർ കൂടുമ്പോൾ അത് കണ്ണിന്റെ ഞരമ്പിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഗ്ലോക്കോമ പ്രോബ്ലം ഉണ്ടാവുക. പക്ഷെ ഇത് രോഗിയുടെ കാഴ്ചയ്ക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആരും തിരിച്ചറിയാനും പോകുന്നില്ല. നല്ല ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. നമുക്ക് വശങ്ങളിലേക്കുള്ള കാഴ്ചയ്ക്കാണ് പ്രശ്നം ഉണ്ടാവുക. വശങ്ങളിലേക്കുള്ള കാഴ്ച കുറഞ്ഞു വന്നിട്ട് ഒടുവിൽ ഒരു ട്യൂബിലൂടെ നോക്കുന്നത് പോലെയായിരിക്കും രോഗി കാണുക. ആ ഒരു അവസാന ഘട്ടത്തിലാണ് ഇത് യൂഷ്വലി രോഗി മനസ്സിലാക്കുക. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ, കണ്ണിന്റെ പ്രഷർ നോക്കുന്നതിലൂടെ നമുക്ക് ഗ്ലോക്കോമ ഉണ്ടോ എന്ന് നേരത്തെ അറിയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തുള്ളി മരുന്നുകളിലൂടെ കണ്ണിന്റെ പ്രഷർ നമുക്ക് കൃത്യമായി നിയന്ത്രിച്ച് കൺട്രോളിൽ വെക്കാനും സാധിക്കും. സാധാരണയായി 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഗ്ലോക്കോമ കണ്ടുവരുന്നത്.
നമുക്ക് BP ഉണ്ടെങ്കിൽ ഗ്ലോക്കോമ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. ഇത് കണ്ടെത്താനായിട്ട് കൃത്യമായ ഇടവേളകളിൽ കണ്ണിന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ തന്നെ ഞരമ്പിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടുത്താനും സാധിക്കും.